ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു സംശയത്തിനുള്ളൊരു മറുപടി തരാൻ വേണ്ടിയാണ്. കാര്യം ഇതാണ്, മാലാഖമാരെ കുറിച്ചുള്ള ഒരു സംശയമാണ്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഈ ഒക്ടോബർ മാസത്തിലാണെന്ന് തോന്നുന്നു, ഞാൻ ഈ മാലാഖമാരെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അതുപോലെ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 9 വർഷമൊക്കെ മുൻപാണെന്ന് തോന്നുന്നുണ്ട്, മാലാഖമാരെ കുറിച്ചുള്ള ക്ലാസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ശരിക്കും ധ്യാന ടീമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ മാലാഖമാരെ കുറിച്ചുള്ള ക്ലാസ് ഞാനാണ് കൊടുക്കാറ്. ഞാൻ മാലാഖമാരെ കുറിച്ച് കുറച്ച് പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. ഞാൻ ഈ ഒരു കാര്യം ആദ്യമേ തന്നെ ഞാൻ നിങ്ങളെ പങ്കുവയ്ക്കട്ടെ, നിങ്ങളെ അറിയിക്കട്ടെ. ഞാൻ ഒരു കത്തോലിക്ക സഭ വിശ്വാസിയാണ്. നിങ്ങൾക്ക് അറിയാം എന്ന് തോന്നുന്നു. എൻ്റെ ഇടവക എരവിമംഗലം പള്ളിയാണ്, പുത്തൂര് ഫൊറോനയിൽപ്പെട്ട എരവിമംഗലം. കത്തോലിക്ക സഭയുടെ അധികാരികൾ എന്തു പറയുന്നു അത് തന്നെയേ ഞാൻ നിങ്ങളോട് പറയുള്ളൂ. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എൻ്റെ പങ്കുവയ്ക്കലുകൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ആ കാര്യം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. നല്ലതാണെന്ന് തോന്നുന്ന കാര്യം അറിയിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന കാര്യം. ഒന്നും എൻ്റെ പഠനങ്ങളല്ല. ഇന്ന് വരെ ആലിസേച്ചിക്കുണ്ടായൊരു പ്രാർത്ഥനയോ ആലിസേച്ചി എഴുതി ഉണ്ടാക്കിയൊരു പുസ്തകമോ ഒന്നും നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തിയിട്ടില്ല. ഞാൻ മിക്കവാറും മരിച്ചുപോയ ആളുകളുടെ, വിശുദ്ധരായിട്ടുള്ള ആളുകളുടെ പുസ്തകങ്ങളാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. സെഗദാശയുടെ ആയാലും അങ്ങനെ മരിച്ചുപോയ ആളുകളുടെ പുസ്തകങ്ങളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അതിൽ നിന്ന് വിപരീതമായിട്ട് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയത് കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന പുസ്തകമാണ്. ആദ്യത്തെ വോള്യമാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പല ദർശനങ്ങളിലും പ്രത്യക്ഷീകരണങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. പിന്നീട് എന്നോട് ഈശോ തന്നെ പറഞ്ഞു, ഇനി പുസ്തകങ്ങളിൽ കൂടെ നീ പറയണ്ട, ഞാൻ പറയാനുള്ളതൊക്കെ ലോകത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് ഞാൻ അങ്ങനെയൊന്നും പങ്കുവെക്കാതിരിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ആലിസേച്ചിയുടേതായിട്ടുള്ള ഒരു പഠനങ്ങളും ഞാനിവിടെ പറയുന്നില്ല. എനിക്ക് കിട്ടിയിട്ടുള്ള ദർശനങ്ങളും എൻ്റെ മാത്രം സ്വന്തമായിട്ടുള്ള ശുദ്ധീകരണ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അത് സത്യമാണെന്ന് എനിക്കും അറിയാം, എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും അറിയാം. പക്ഷെ നിങ്ങളത് സത്യമാണെന്ന് വിശ്വസിക്കണമെന്നോ അത് സഭയുടെ ആധികാരിക പഠനമാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും പറയുക, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ, ഈ പങ്കുവയ്ക്കലുകൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യുക, നിങ്ങൾ കാണണ്ട. എല്ലാം കാണണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. പക്ഷെ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, മരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ തലയ്ക്ക് മുകളിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ആര് കാണുന്നോ ഇല്ലയോ അതല്ല, നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു നിനക്ക് ഞാൻ തന്ന കാര്യങ്ങൾ പറയണമെന്ന്. അതുകൊണ്ടാണ് ആലോചിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇന്ന് വരെ ഒരിക്കലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ എന്ന് ആലോചിച്ച് പറഞ്ഞിട്ടില്ല. എനിക്ക് കുറേ ആളുകൾ കാണണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ അങ്ങനെ ഇല്ല. ഈശോ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയുക, അത്രയേ ഉള്ളൂ. നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും അതെൻ്റെ മേലൊരു കുറ്റമല്ല. എന്നോട് ഈശോ പറഞ്ഞ കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് നല്ലതാണെന്നും എൻ്റെ അനുഭവത്തിലുണ്ടായ ഒരു അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ഇതാണ് ഇപ്പോൾ ഇത്തിരി പ്രശ്നമായിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങളുടെ കാവൽ മാലാഖയെ അടുത്തറിയാൻ എന്ന് പറയുന്നൊരു പുസ്തകത്തിൽ നിന്നാണ് എനിക്ക് 72 മാലാഖ വൃന്ദങ്ങളെയും നമ്മുടെ ബർത്ത്ഡേ അനുസരിച്ചുള്ള മാലാഖമാരുടെയും വിവരം എനിക്ക് കിട്ടുന്നത്. ഈ പുസ്തകം ഒരു സ്വകാര്യ പുസ്തകമൊന്നുമല്ല. ഇത് നമ്മുടെ ഗ്രേസ് ജീവനിൽ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതിലെ പഠനങ്ങൾ ഞാൻ അന്ന് പറഞ്ഞപ്പോൾ, നമ്മുടെ ബർത്ത്ഡേ അനുസരിച്ച് മാലാഖമാരെ വിളിക്കരുത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് എന്നോട് പറയുന്നുണ്ട്. അപ്പം ഇതുവരെ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാനും പറയാനും പോയില്ല. ഇതിൽ ഓരോ പേരുകളുണ്ട്, ഈ പേരുകളൊന്നും ഇല്ല. പിന്നെ ചിലർ പറഞ്ഞു അധപ്പതിച്ച മാലാഖമാരെ ആയിരിക്കും നിങ്ങൾ വിളിക്കുന്നത് എന്ന്. അതെനിക്ക് മനസ്സിലാവണില്ല. അങ്ങനെ അവർ പറഞ്ഞപ്പോൾ അധപ്പതിച്ച മാലാഖമാരെന്ന് പറയുമ്പോൾ ചെകുത്താന്മാരാണ്. നമ്മൾ ചെകുത്താന്മാരെയാണോ വിളിക്കുന്നത്? നമ്മളിങ്ങനെയല്ലേ പറയാം, എൻ്റെ കാവൽ മാലാഖിയായ പഹാലിയ എന്നാണല്ലോ വിളിക്കുക. അപ്പം ചെകുത്താൻ ഓടി വരുമോ? എനിക്കറിഞ്ഞൂടാ. എന്തായാലും
ഇതിനെക്കുറിച്ച് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലും ഒരു കുട്ടി എനിക്ക് ഒരു ഇത് അയച്ചു തന്നു. അത് ഏതൊരു ചാനലുകാരാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതായത് ആലീസ് ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റാണ്. ആലീസ് ചേച്ചി സഭയുടെ പ്രബോധനങ്ങൾക്കൊന്നും എതിരല്ല, അത് അറിവില്ലായ്മ കൊണ്ടായിരിക്കും പറയണേ എന്നും അതിൽ കണ്ടു. അപ്പോൾ ദൈവമേ നന്ദി എന്ന് ഞാൻ ഓർത്തു. അപ്പോൾ ഇത് തെറ്റാണ് എന്നാണ് പറയുന്നത്. ഇത് കാണുന്ന നിങ്ങളുടെ കയ്യിൽ ഈ പുസ്തകം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണം. ഇത് ഇന്നലെയും പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകമല്ല. ഇത് വർഷങ്ങളായി നമ്മുടെ സഭയിൽ ഓടിക്കൊണ്ടിരിക്കുന്നൊരു പുസ്തകമാണ്. ഇനി ഞാൻ ഇതിൻ്റെ ഒരു കാര്യം പറയാം. കാവൽ മാലാകന്മാരുടെ പേര് ഓരോ മണിക്കൂറിൽ ഓരോ ഡേറ്റ് ഓഫ് ബർത്തിലും ഉള്ള ആളുകൾക്കുള്ള മാലാകന്മാരുടെ പേര് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഈ പേരുകളൊക്കെ സത്യമല്ല എന്നാണ് ഇപ്പോൾ പറയുന്ന ആളുകൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ഫാദർ ജേക്കബ് ജോസ്റ്റൻ കൊച്ചുപുരയ്ക്കലാണ്. ഇദ്ദേഹം ഇന്റർനാഷണൽ അവാർഡ് ജേതാവാണ്. ഇതാണ് ഈ അച്ഛൻ്റെ ഫോട്ടോ. ഇപ്പോൾ 82 വയസ്സായി കാണും. ഇതാണ് ഫോട്ടോ. ഇതിൻ്റെ ബാക്കിൽ ഈ അച്ഛനെ കുറിച്ച് എഴുതി. ഞാൻ പുരോഹിതന്മാരെ എഴുതിയ പുസ്തകങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ശക്തമായിട്ട് പറയുന്നത്. കാരണം എൻ്റെ പുസ്തകമല്ല അത്, ഞാൻ അറിഞ്ഞൊരു പുസ്തകമാണ്. ഇദ്ദേഹം 1942 കോട്ടയത്ത് ജനിച്ചിട്ടുള്ളൊരു അച്ഛനാണിത്. അച്ഛൻ തിയോളജി മംഗലാപുഴ മേജർ സെമിനാരിയിൽ പഠിച്ച് 1969 ഡിസംബർ 19 പാലാ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വൈലിയിൽ നിന്ന് സ്വന്തം ഇടവകയായ മുട്ടുച്ചിറ അങ്ങനെ പള്ളിയിൽ വെച്ച് വൈദിക പട്ടം സ്വീകരിച്ചിട്ടുള്ളതാണ്. അതുപോലെ 2 വർഷം രാമപുരത്ത് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്. 1942 ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 85 വയസ്സായി കാണും ഈ അച്ഛന്. ഇദ്ദേഹം കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആദ്യ നാടകമായ ചെകുത്താൻ അറസ്റ്റിൽ, അതുപോലെ രണ്ടാമത്തെ നാടകം പുഷ്പിക്കുന്ന പ്രതീക്ഷകൾ, ദേശീയ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. വൈദിക പട്ടത്തിന് ശേഷം 5 വർഷം അസിസ്റ്റന്റ് വികാരിയായി ജോലി ചെയ്ത് പിന്നെ കുഞ്ഞച്ചനുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചു. അതിന് ഇവിടെ 3 വർഷം പാലാ ജ്യോതിസ് തിയോളജി കോളേജിൽ ലെക്ചറായിരുന്നു. പിന്നീട് ഇദ്ദേഹം ഉപരിപഠനത്തിന് റോമിലേക്ക് വന്നു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ 1 വർഷം കുമ്പസാരക്കാരനായിരുന്നു. അതുപോലെ റോമിലെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോഗ്മാറ്റിക് തിയോളജിയിൽ പ്രശസ്തമായ നിലയിൽ ഡോക്ടറേറ്റ് നേടി. പരിശുദ്ധ പിതാവ് ജോൺ പോൾ 2 മാർപ്പാപ്പ ഇദ്ദേഹത്തെ പിന്നീട് ഒരു ദത്തമ്മയെ കൊടുത്തു ഇദ്ദേഹത്തിന്. അങ്ങനെ ഇപ്പോൾ അത് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, മരിയ ജോസ്റ്റൻ. 37 വർഷങ്ങളായി ഇദ്ദേഹം നേത്രരോഗിയാണ്. എന്നിട്ടും മറ്റുള്ള സഹായത്തോടെ ദ മിസ്റ്റീരിയസ് ഗേറ്റ് ഓപ്പൺസ് എന്ന ചരിത്ര നോവൽ എഴുതി. ഇതിന് അയർലൻഡിൽ നിന്നുള്ള KJ ബിൽ ഇന്റർനാഷണൽ അവാർഡ് ലഭിച്ചു. അതുപോലെ കുറേ കാര്യങ്ങൾ, അന്തർദേശീയ പുരസ്കാരം നേടിയ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ഫാദർ എഴുതിയ പുസ്തകമാണ് സഹോദരങ്ങളെ ഈ കാവൽ മാലാഖയെ അടുത്തറിയാൻ എന്ന പുസ്തകം. ഇതിലാണ് ഞാൻ ഓരോ ബർത്ത്ഡേ അനുസരിച്ചുള്ള പേരുകൾ പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് തെറ്റാണെങ്കിൽ ഈ പുരോഹിതനെ സഭ വിലക്കിയിട്ടുണ്ടാകും. ഉണ്ടോ എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ എന്നെ പേഴ്സണലായിട്ടൊരു മെസ്സേജ് അയക്കി. ഞാൻ കുറേ സോഴ്സുകളിൽ ഇത് അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഞാൻ പറയാം. ആദ്യം എന്നോട് ചോദിച്ച ഒരാൾ പറഞ്ഞ് ഈ വെഹൂയ എന്ന് പറയുന്ന മാലാഖ തന്നെയല്ലേ 21 മുതൽ 25 ഒരു 4 പേരുടെ മാലാഖ. ഞാൻ മനസ്സിലാക്കിയത് ഓരോ വൃന്ദം മാലാഖമാർക്ക് ഒരു പേരുണ്ട്. ആ പേരിൽ ഇപ്പോൾ മുഖ്യദൂതന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യദൂതന്മാർ മുഴുവനുണ്ടതിൽ. ആ ഗണത്തിലുള്ളവരൊക്കെ മുഖ്യദൂതന്മാരാണ്. മനസ്സിലായോ? സെറാഫുകൾ എന്ന് പറഞ്ഞാൽ ആ ഗണത്തിൽ കോടാനുകോടി മാലാഖമാരാണെങ്കിൽ എല്ലാവരും സെറാഫുകളാണ്. പക്ഷെ അവർ വ്യക്തിപരമായി ഓരോരുത്തരുടെ കാവൽ മാലാഖയാണ്. അപ്പോൾ നിന്റെ മാലാഖ സെറാഫ് ആണെങ്കിൽ എൻ്റെ മാലാഖ സെറാഫ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഒരേ പേരിലുള്ള മാലാഖമാർ 4 ദിവസത്തേക്ക് വരുന്നത്. ആ ഗണത്തിൽപ്പെട്ടവർ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നത്തെ കാര്യം, ഞാനത് അന്വേഷിച്ചറിഞ്ഞപ്പോൾ
ഒരു പക്ഷേ ഇത് തെറ്റാണെന്ന് പറയുന്നവര് ഈ അച്ഛൻ പഠിച്ചിട്ടുള്ള അത്രയും ആഴങ്ങളിലേക്ക് റെഫറൻസ് ചെന്നിട്ടുണ്ടാവില്ല. ഈ പുരോഹിതൻ നന്നായി റെഫർ ചെയ്തിട്ടാകുമല്ലോ ഇത് എഴുതിയിട്ടുള്ളത്. ഇതിപ്പോ തെറ്റാണെങ്കിൽ സഭ വിലക്കണമായിരുന്നല്ലോ. അങ്ങനെ ഞാൻ സഭയിൽ തന്നെ കുറെ ആളുകളെ കണ്ടുപിടിച്ച് ഞാൻ ചോദിച്ചു, ഇത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അപ്പൊ ഈ പുസ്തകമാണെങ്കിൽ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് കിട്ടിയ അറിവ് പറയുന്നത്, ഇപ്പൊ ഞാനൊരു കാര്യത്തെക്കുറിച്ച് അറിയുമ്പോൾ എനിക്ക് അറിവിന്റെ ഒരു ലിമിറ്റ് ഉണ്ട്. അത് വെച്ചാണ് ഞാൻ ഓരോ കാര്യം പറയാം. പക്ഷെ അതിലും ആഴങ്ങളിലേക്ക് പഠിച്ചിട്ടുള്ള ആളാണ് ഈ പുരോഹിതൻ. അങ്ങനെയാകുമ്പോൾ ഇത് എങ്ങനെയാണ് തെറ്റാകുന്നത് എന്നെനിക്കറിയില്ല. ഞാനിതൊന്നും സമർത്ഥിക്കാനല്ല ഞാൻ പറഞ്ഞത്, ഞാൻ തെറ്റിതിരുത്താനാണ്. ഇത് ആലിസേച്ചി പറഞ്ഞത് സ്വപ്ന ദർശനം കണ്ടിട്ടല്ല. അങ്ങനെ ഞാൻ പറയുന്നത് എൻ്റെ ശുദ്ധീകരാനുഭവങ്ങൾ മാത്രമാണ്. അതിന് സഭയ്ക്ക് ഒരു കടപ്പാടുമില്ല. അതെൻ്റെയാണ്. ഞാനിങ്ങനെ പറയുന്നു എന്നുള്ളത് അത് സഭാപരമാണ്. അങ്ങനെ ദർശനങ്ങൾ കാണും എന്നുള്ളതൊക്കെ എനിക്കറിയാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് കുറേ പേര് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഇത് ആലിസേച്ചിയുടെ ദർശനത്തിൽ നിന്ന് ആലിസേച്ചി എഴുതിയുണ്ടാക്കിയതല്ല ഈ പുസ്തകം. ഇന്ന് പുസ്തകത്തിൽ നിന്ന് ഈ റെഫറൻസ് എടുത്തേക്കണേന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനത് പൊതുവായിട്ടൊന്ന് പറയാൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ എഴുതണം. ഈ പുസ്തകം വിലക്കിയിട്ടുണ്ടോ, ഈ അച്ഛനെ വിലക്കിയിട്ടുണ്ടോ, ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. മനസ്സിലായി? നിങ്ങൾക്ക് സമയമുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത്, ഈ പുസ്തകം ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആരാണോ ആ വ്യക്തികളോടോ ആ സോഴ്സിൽ ചെന്ന് പറയണം, ഇങ്ങനൊരു പുസ്തകമുണ്ട്, അങ്ങനെയെങ്കിൽ ഈ അച്ഛനെ സഭ വിലക്കിയിട്ടുണ്ടോ. കാരണം ഇദ്ദേഹത്തിൻ്റെ എല്ലാ പഠനങ്ങളും അപ്പോൾ തെറ്റായിരിക്കും. അങ്ങനെ നിങ്ങളൊന്ന് അന്വേഷിക്കണം. അപ്പോൾ ആലിസേച്ചിക്ക് ഇതിനോടുള്ള ബാധ്യത കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ കാര്യം, മാലാഖമാരുടെ പേരുകൾ വിശുദ്ധ ഗ്രന്ഥത്തിലൊന്നും എല്ലാ മാലാഖമാരുടെ പേരില്ല. അത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ജെറമിയേൽ, റെഹൂവേൽ, സിറിയേൽ, ഊറിയേൽ എന്നുള്ള മാലാഖമാരൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാം. അതൊന്നും ഈ തിരുവചനത്തിൽ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. മാലാഖമാരെ കുറിച്ച് നന്നായി പഠിച്ച് എഴുതിയിട്ടുള്ള സിസ്റ്റർ മേരി ക്ലെയർ FCC, താമരശ്ശേരിയിലെ സെന്റ് ഫ്രാൻസിസ് പ്രൊവിൻസ്, ആ സിസ്റ്റർ എഴുതിയ പുസ്തകമാണ് ഇങ്ങനെ. ഇത് നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും, മാലാഖമാര്. അതുപോലെ തന്നെ ആ സിസ്റ്ററിന്റെ പേരാണ് മറ്റൊരു പുസ്തകം. ഈ പുസ്തകങ്ങളിലൊക്കെ ഇങ്ങനെ പല പല പേരുകൾ പറയുന്നുണ്ട്. ഇത് നമുക്ക് കൊച്ചറിവല്ലേ ഉള്ളൂ. നമ്മൾ വിശുദ്ധ ഗ്രന്ഥം മാത്രമല്ല വായിച്ചിട്ടുള്ളൂ. ഇവര് അപ്പോക്രിഫിക്കൽ സാഹിത്യം എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റു കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ സഭയോടനുബന്ധിച്ച്. ഇപ്പൊ യേശു ജീവിച്ചിരുന്ന കാലത്തെ 33 വർഷത്തെ കാര്യങ്ങളെല്ലാം എഴുതി വെക്കുകയാണെങ്കിൽ ഈ വിശുദ്ധ ഗ്രന്ഥം ഒന്നും പോരാ. അത് യോഹന്നാസ്തിക പറയുന്നില്ലേ, കണ്ടമാനം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം ഈശോ തേനട് ഉണ്ടാക്കിയതും പാലുണ്ടാക്കിയതും കഴിച്ചതും അമ്മയുടെ അമ്മിഞ്ഞം കഴിച്ചതും ഒക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുമോ? പറയില്ലല്ലോ. അങ്ങനെ കുറെ കാര്യങ്ങൾ അതിന് വേറെ വേറെ സോഴ്സുകളുണ്ട്. അത് ഈ തിയോളജിക്കൽ ആളുകൾ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതാണ് അവരൊരു 10 കൊല്ലമൊക്കെ പഠിച്ചിട്ട് റെഫർ ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മുടെ അറിവ് വെച്ചിട്ട് നമുക്ക് ഇത് ശരിയല്ല അത് ശരിയല്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എനിക്ക് വേറെ ഒരു അറിവും ഇല്ല. ഞാൻ ഈ പുസ്തകങ്ങളിൽ കൂടിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്ന് പറയാനാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇട്ടത്. കാരണം സംശയങ്ങൾ കുറേ പേരുടെ വാട്സപ്പിൽ ഇങ്ങനെ വരുമ്പോൾ എന്തോ അവർക്ക് കുറേ വേറെ ബോധ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അപ്പം ഞാൻ പറയും, ഞാൻ അവരോട് ചോദിക്കും, ഇങ്ങനെ ഒരു പുസ്തകത്തിൽ നിന്നാണല്ലോ, അതെന്തുകൊണ്ടാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്കറിയില്ല. ഈ ആലിസേച്ചി പറഞ്ഞത് ശരിയല്ല, സഭയുടെ പഠനങ്ങൾക്ക് തെറ്റാണ് എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന് ഞാൻ പറഞ്ഞു. കാരണം വേറെ ഒന്നിനല്ല, എനിക്കറിയാനാ. പിന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ ചോദിച്ചോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ അച്ഛൻ സഭയ്ക്ക് വിരുദ്ധമല്ലേ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനം, അതൊന്ന് എനിക്ക് അന്വേഷിച്ച് അറിഞ്ഞു തന്നാൽ നന്നായി. ഇനി ഇതിനെക്കുറിച്ച് എനിക്കുണ്ടായ അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ പഠനമുള്ളത് ശരിയാണോ അല്ലയോ ഒന്നല്ല. ഞാൻ വിശ്വസിച്ചു ഒരു പുരോഹിതൻ ഡോക്ടറേറ്റൊക്കെ എടുത്ത് നന്നായി പഠിച്ചിട്ടുള്ളൊരു പുരോഹിതൻ ഇങ്ങനെ നുണ പറഞ്ഞ് പ്രചരിപ്പിക്കുമോ എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഞാൻ വിശ്വസിച്ചു. ഈ അച്ഛൻ പറഞ്ഞ ഈ പുസ്തകം വായിച്ച അന്ന് മുതൽ എൻ്റെ മാലാഖ പഹാലിയ. ഞാനിങ്ങനെ വിളിക്കും എന്നും കാലത്ത്, എന്നെ സൂക്ഷിക്കാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മാലാഖയായ പഹാലിയ, നിനക്ക് നന്ദി, നിനക്ക് സ്തുതി, ഗുഡ് മോർണിംഗ്. പഹാലിയ മാലാഖയെ ഞാൻ വർഷങ്ങളോളം വിളിച്ചിട്ടുണ്ട്. മാലാഖ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ഉണ്ടായ അനുഭവം ഞാൻ ഇങ്ങനെ പറഞ്ഞു, പഹാലിയ, ഞാൻ നിന്നെ എപ്പോഴും വിളിക്കുന്നുണ്ട്,
നിന്റെ കളർ എന്താ എന്ന്. നീ ഏത് കളറില്ല എൻ്റെ അടുത്ത് നടക്കണേ എന്ന് ചോദിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ അബദ്ധമാണെന്ന് നിങ്ങൾ പറയും, ശുദ്ധ അബദ്ധം. എന്നാലും ഞാൻ നിങ്ങളോട് പറയാം, എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട്. മാലാഖ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ അടയാളവും സംസാരവും ഒക്കെ കേട്ടിട്ടുണ്ട്. അത് ഞാൻ ഈ ബുക്ക് കിട്ടിയ പിന്നെയാണ്. കാവൽ മാലാഖ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അതിനൊരു പേരിട്ട് വിളിക്കാൻ എനിക്ക് അറിവ് കിട്ടിയത് ഈ ബുക്കിൽ കൂടിയാണ്. അങ്ങനെ ഞാൻ ഒരിക്കലും എൻ്റെ പഹാലിയനെ വിളിച്ചിട്ട് ചെകുത്താൻ വന്നിട്ടില്ല. അതപ്പതിച്ച മാലാഖമാരെ ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ദൈവം എന്നെ കാക്കാൻ ഏൽപ്പിച്ച പഹാലിയ മാലാഖയാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ പഹാലിയയുടെ വൃന്ദത്തിൽ പലരും അതപതിച്ചിട്ടുണ്ടാകാം, അതവിടെ കിടക്കുന്നുണ്ടല്ലോ. അവർ ചെകുത്താന്മാരല്ല അവരിപ്പം മാലാഖ എന്ന പേര് അവർക്കില്ലല്ലോ. നമ്മൾ ലൂസിഫർ മാലാഖ എന്നല്ലല്ലോ വിളിക്കുന്നത്, ചെകുത്താനല്ലേ, പിശാജ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിച്ചു. ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഇങ്ങനെ മാലാഖ നിന്റെ കളറൊന്ന് എനിക്ക് കാണിച്ചു തരാൻ. അപ്പം എന്നോട് പറഞ്ഞു, ഇന്ന് നീ ഈ കളറുള്ള സാരി എടുക്ക് എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ആ കളറുള്ള സാരി എടുത്തു. ഞാൻ ഒരു പള്ളിയിലേക്ക് ചെന്നപ്പോൾ എൻ്റെ മാലാഖ എന്നോട് പറഞ്ഞു, നീ അൾത്താരയിലേക്ക് നോക്ക്, അവിടെ നിൽക്കുന്ന മാലാഖ നിന്റെ മാലാഖയാണെന്ന് വിചാരിച്ചോ, ആ കളർ എന്താണെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഞാനെടുത്ത അതേ കളറുള്ള ഡ്രസ്സാണ് മാലാഖ അവിടെ എടുത്തിരിക്കുന്നത്, ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. എനിക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങളോട് വലിയ ഇഷ്ടമാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ കൂടിയാണ് കർത്താവ് എന്നോട് സംസാരിക്കുന്നത്. പക്ഷെ വലിയ വലിയ സഹനങ്ങളാണ് കർത്താവ് എനിക്ക് തരണേന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു ഫാദർ വന്നിട്ട് പറഞ്ഞു, എല്ലാ സഹനങ്ങളും സഹിക്കണം എന്നൊക്കെ നിങ്ങളൊക്കെ വലിയ പ്രഘോഷണമൊക്കെ പ്രഘോഷിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം വന്ന, ക്യാൻസർ വന്ന ഈ ചേച്ചി ചിരിക്കുന്ന പോലെ നിങ്ങൾ ചിരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പം എല്ലാവരും പറഞ്ഞു ഇല്ല എന്ന്. നിങ്ങൾ ഓടി നടക്കില്ലേ ക്യാൻസർ മാറാൻ? ഇത് പറയണോ ഇത് ചിരിച്ചിട്ട്? പ്രിയ സഹോദരൻ, ഞാൻ പറയാണ്, എനിക്ക് ഈ കൃപ പരിശുദ്ധാത്മാവിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാ. കാരണം ലോകത്തെ വെറുക്കാനുള്ള ഒരു കൃപ അത് 25 വർഷം മുമ്പ് തന്നതാ. അതുകൊണ്ട് ഇവിടെ കെട്ടി നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇല്ല. പിന്നെ ഈശോ നിർത്തിയത് കൊണ്ട് ഞാൻ നിർത്തുന്നുണ്ട്. നിൽക്കുന്ന സമയം എനിക്ക് സന്തോഷം, എടുക്കുന്ന സമയവും സന്തോഷം. അതിൻ്റെ ആ പരിമിതിക്കുള്ളിൽ നന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഒറ്റ ഉദ്ദേശമുള്ളൂ, എല്ലാവരും പാപം ചെയ്തു ഞങ്ങൾ എന്നൊരു മനോഭാവത്തിലേക്ക് വരണം. എന്നിട്ട് അതിനോട് മാപ്പ് പറയണം, അതിനെക്കുറിച്ച് മാപ്പ് പറയണം. അങ്ങനെ ആത്മാക്കൾ രക്ഷപ്പെടണം. അതല്ലേ പ്രത്യക്ഷീകരണങ്ങളിൽ അമ്മ പറയണേ. ഇനിയിപ്പോൾ ഈ പ്രത്യക്ഷീകരണങ്ങളൊന്നും ശരിയല്ല, ആധികാരികത കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ വിശ്വസിച്ച എൻ്റെ അമ്മ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ മാലാഖേനെ വിളിച്ചിട്ട് എനിക്ക് ഇന്ന് വരെ ഒരു ദോഷവും വന്നിട്ടില്ല. ഒരു പരിധി വരെ ഞാൻ പറയും, എൻ്റെ കാവൽ മാലാഖയാണ് എന്നെ ഇത്ര സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഏതൊരവസ്ഥയിലും അടിപതരാതെ. ചുരുക്കം ചില സന്ദർഭങ്ങളിൽ എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നിട്ടുള്ളൂ. അതെൻ്റെ മാലാഖയാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്. മാലാഖ എങ്ങനെ പിടിച്ചു നിർത്തുന്നത്? തമ്പുരാൻ്റെ അടുത്ത് എനിക്ക് വേണ്ടി എപ്പോഴും യാചിച്ചുകൊണ്ടിരിക്കുക മാലാഖ. എന്നിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുക പാവം മാലാഖ. ആ മാലാഖ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഫ്രഷ് ആയിരിക്കണേന്ന് എനിക്ക് തോന്നണത്. എൻ്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണ. അത് ഈ മാലാഖയിൽ കൂടിയാണ് വരുന്നത്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഈ മാലാഖയിൽ കൂടിയാണ് വരുന്നത്. മാലാഖയാണ് എന്നെ ഈ കോണി കയറ്റി എപ്പോഴെപ്പോഴും ഇറക്കിയും കയറ്റിയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഞാൻ അന്ന് ഈ മാലാഖമാരെ കുറിച്ച് പറയാൻ റെഫറൻസ് എടുത്ത പുസ്തകങ്ങൾ ഇതൊക്കെയാണ്. സിസ്റ്റർ മേരി ക്ലെയർ FCCയുടെ മാലാഖമാര് എന്ന് പറയുന്ന 2 പുസ്തകമുണ്ട്. ആ പുസ്തകമുണ്ട്. പിന്നെ ഈ പേര് വന്നിട്ടുള്ളത്, ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പുസ്തകമാണ്. അപ്പോൾ നിങ്ങൾ ഈ പുസ്തകം വായിക്കുക, വാങ്ങുക. എന്നിട്ട് നിങ്ങളോട് ഇത് തെറ്റാണ് എന്ന് ആരാണോ പറഞ്ഞിരിക്കുന്നത് അവരോട് ഈ പുസ്തകം കാണിച്ചിട്ട് പറയുക, ഈ അച്ഛനാണ് ഇത് എഴുതിയിരിക്കുന്നത്, ഈ അച്ഛനെ കുറിച്ച് സഭ എന്ത് പറയുന്നു എന്നുള്ളത് അവരോട് അന്വേഷിച്ചറിയാൻ പറയുക. അപ്പോൾ അവരതിൻ്റെ ആൻസർ കണ്ടുപിടിക്കും. അങ്ങനെ ആൻസർ കിട്ടുമ്പോൾ ഈ ചേച്ചിക്കും കൂടി വാട്സപ്പിൽ അയച്ചു തരണേ. അപ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ എന്താണ് കാര്യങ്ങൾ എന്നുള്ളത്. എന്തോ ഹൈന്ദവ ഇതാണെന്നോ അങ്ങനെയൊക്കെ കുറേ എഴുതിക്കണ്ട്. ഞാൻ വായിക്കാൻ പോയില്ല, എനിക്ക് സമയമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതം തന്നെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങൾ, ഇപ്പോഴുള്ള പുസ്തകങ്ങൾ വായിച്ച് തീർത്ത് വരുമ്പോൾ
എനിക്ക് തോന്നുന്നില്ല ഞാനിവിടെ വീട്ടിൽ പറയും എനിക്ക് ഇത്രയും പുസ്തകങ്ങളുണ്ട്, ഇത് മുഴുവൻ വായിച്ച് തീർക്കാൻ ഞാനിവിടെ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളും യൂട്യൂബുകൾ ഇതൊന്ന് കണ്ടു നോക്ക് ഇതൊന്ന് നോക്കുമ്പോൾ ഞാൻ കാണാറില്ല. എനിക്ക് അല്ലാണ്ട് തന്നെ കുറേ പണികളുണ്ട്. ഞാൻ ദിവസത്തിൽ ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ ഉറങ്ങുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ഏതായാലും നിങ്ങൾക്കിത് തെറ്റാണെന്നുള്ള ബോധ്യം കിട്ടിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ബോധ്യം തന്നവരോട് ഒന്ന് ചോദിക്കണം, ഈ പുസ്തകം എന്താണ്, ഇതിപ്പോഴും അടിച്ചടിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ അങ്ങനെ തെറ്റാണെങ്കിൽ നമ്മളത് ബ്ലോക്ക് ചെയ്യാൻ സഭയോട് പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് എല്ലാവരും ചോദിച്ചു, ചേച്ചി എന്താ പറഞ്ഞത്, ചേച്ചി എന്താ തെറ്റ് പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചേച്ചിയുടെ പഠനങ്ങളല്ല പറഞ്ഞിട്ടുള്ളത്, ഇതാ ഈ മുന്നേ പുസ്തകത്തിൽ നിന്നാണ്. അത് അറിയിക്കാനാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. നമ്മുടെ കാവൽ മാലാഖമാർ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഈ വിശ്വാസത്തിൽ തന്നെ നിൽക്കും. എൻ്റെ മാലാഖയുടെ പേര് പഹാലി എന്ന് തന്നെ ഞാൻ പറയും. എന്നിട്ട് ഞാൻ വിളിക്കും. ആ മാലാഖ എന്നെ സഹായിക്കും, എന്നോട് സംസാരിക്കും, എനിക്ക് ബലം തരും. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സ് പ്രചോദിപ്പിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. പക്ഷേ നമ്മൾ മാലാഖയ്ക്ക് അടിമയല്ല. മാലാഖ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ ആർക്കാണ് അടിമ? നമ്മൾ പരിശുദ്ധ അമ്മയ്ക്കാണ് അടിമ വയ്ക്കുന്നതും ഈശോയ്ക്കാണ് അടിമ വയ്ക്കുന്നതും. ഈ പുണ്യാളന്മാർക്ക് അടിമ വയ്ക്കുന്ന സമർപ്പുണ്ട്. ആ പുണ്യാളന്മാരുടെ പെരുന്നാൾക്ക് നമ്മൾ അടിമ സമർപ്പിക്കുന്നത് ദൈവത്തിനാണ് നമ്മൾ അടിമ സമർപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ദാസന്മാരാണ് പുണ്യാളന്മാർ. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് അടിമയായിട്ട് പോയിട്ടുള്ള ആളാണ്. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് അടിമ വയ്ക്കുക എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഹൃദയമാണ് ഈശോയുടെ ഹൃദയത്തിലെ 2ാമത്തെ അറ. അതുകൊണ്ട് അമ്മയും ഈശോയും കുഴപ്പമില്ല. അമ്മയുടെ ഹൃദയത്തിൽ കയറിപ്പറ്റിയാൽ ഈശോയുടെ ഹൃദയത്തിൽ കയറിപ്പറ്റിയ പോലെയാണ്. അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാല അത് ഈശോയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുമ്പോൾ എന്നെ അറിയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ.